എന്തൊരു സംഭവം ബാബ പണിക്കൽ നമ്മൾ ടോപ്പ് പമ്പ് കാണുമ്പോക്ക് വട്ടിയെല്ലാം അങ്ങനെ ആക്കുന്ന ഇങ്ങനെ കാണിക്കണ്ടേ. സൂപ്പർ. ഭാനുവാര ಸಂತೆಯಲ್ಲಿ ಮೀನು നാട്ടിലത്തെ നാട്ടി പെട്രോൾക്ക് എത്രയാറ് എന്തല്ലെങ്കിൽ 11 മണിക്ക് ഇങ്ങനെ ഉണ്ട് ഇവിടെ. ഇപ്പാണ് ചളി തുടങ്ങിയത്. നമുക്ക് ഇപ്പൊ കലിയിലാണ് നമ്മൾ ഇവിടെ വരാത്ത. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലാണ് ഉള്ളത്. റെയിൻകോട്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. ഫ്രീ ആയിനാണ് ഇപ്പൊ. മൂടുകര എത്തി. മൂടുകര ഇനി കുറച്ചുള്ള ചിക്കമംഗളൂർക്ക് ഒരു 34 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ. ടോട്ടൽ ഒരു 64 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ബാബാപുടങ്കിരിക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇതാണ് മൂടുകരയിലത്തെ കാഴ്ച നിങ്ങൾക്കെല്ലാം കണ്ടുകൊണ്ടുള്ളത്. അപ്പോൾ മൂടുകര നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്. പുഷ്പ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ വരുന്നത്? ഫസ്റ്റ് അല്ലേ? നല്ല വരുമ്പോൾ കാഴ്ച അങ്ങനെ നല്ല നല്ല വ്യൂ കാണാനുള്ളത്. ഇനിയിപ്പോൾ പോകുമ്പോൾ അതിനായിട്ട് ചിക്കമംഗളൂർ കഴിഞ്ഞിട്ട് ബാബാപുടങ്കിരിയിൽ പോയവർക്കെല്ലാവരും നല്ല നല്ല ഒരു സീനെല്ലാം കാണാനുള്ളത്. അപ്പോൾ ബാക്ക് നല്ല ഉണ്ട്, നല്ല പാട്ടെല്ലാം പാടിക്കൊണ്ടുണ്ടാ. ഇപ്പോൾ വ്ളോഗ് ആക്കുന്ന കൊണ്ട് കുറച്ച് പാട്ടെല്ലാം ഒരു സ്റ്റോപ്പ് ആക്കിയിട്ട് മുണ്ടാതിരുന്നവിടെ. അപ്പോൾ ഇതാണ് മൂടുകര. അപ്പോൾ മൂടുകര ചെല്ലുമ്പോൾ തന്നെ ഒരു കൊസിയാണ് എന്തല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് മെയിൻ നമുക്ക് ആസ്വദിക്കാൻ കിട്ടേണ്ട ക്ലൈമറ്റ്. ആ ക്ലൈമറ്റാണ് ഈ മൂടുകര വന്നെങ്കിൽ, ചിക്കമംഗളൂർ വന്നെങ്കിൽ, ബാബാപുടങ്കിരി വന്നെങ്കിൽ, ജാവകൽ വന്നെങ്കിൽ എല്ലാം കിട്ടുന്നത്. ഇവിടെ ഒരു കാഴ്ച തന്നെ ഒരു ഭയങ്കരമാവും. എന്തോ ഒരു മജാന്ന് ഇവിടെ. നാട്ടിലത്തെ ഓർമ്മ എന്നാന്നല്ല വേണ്ട തന്നെ നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ഇരിക്കുമ്പോക്ക് ഇവിടൊക്കെ വരുമ്പോൾ തന്നെ തിരിച്ച് വരുന്നത് നാട്ടിലത്തെ ഓർമ്മ ആക്കാനില്ല. എന്തായാലും ബാക്ക് സുറു നാട്ടിലേക്ക് പോയെങ്കിൽ ഓർമ്മ തന്നെയല്ലേ. എന്ത് ബാക്ക് നാളെ സ്വഭാവിക പണിക്ക് പോകണം. ഇവിടെ ആ ഒരു കളിച്ചൂടി ഇല്ല. ഇവിടെ ലാംഗ്വേജ് ഏത് കന്നഡ മലയാള ഏത് നിലത്ത് തന്നെ കണക്ക് അറിയുന്നവർക്ക് അതിൽ കന്നഡ അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ നാട്ടിലത്തെ പോലെ നാടൻ ഭാഷ ഉണ്ടാ, നക്കണിക്ക അല്ല ഏത് ഭാഷയെന്ന് വെച്ചാൽ അറിയുന്നവരാരും കൂടെ മൂടുകയറിൽ ഏത് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കമൻറ്റിൽ അറിയിക്കോ. ചിലപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഭാഷ തന്നെ ആയിട്ടുണ്ടാവും. ഒരു ചിലപ്പോൾ ഫോളോവേഴ്സും ഉണ്ടാവും ഇവിടെ. ഈ പോകുമ്പോൾ ആൾ ഭയങ്കര ഡിസ്റ്റർബ് ആക്കുന്നത്. എത്ര കാണാൻ പെടുന്നില്ല. സ്പീഡ് പോകുന്നില്ല, ഞങ്ങൾ പോകാൻ പെടുന്നില്ല. അതിൽ സ്പീഡ് ലിമിറ്റ് ആക്കി വെച്ചിനാ. നോക്കോ പോയി അങ്ങനെ. അപ്പം മൂടുകര കഴിഞ്ഞുകൊണ്ട് വന്ന് മൂടുകര മെയിൻ മൂടുകര ബസ് സ്റ്റാൻഡോടൊക്കെയാണ് എത്തിയത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് തന്നെയല്ലോ, ചെലുത്തേനൂടെ ഒട്ടറാശി കുടുങ്ങിയാണ്. ഇല്ല ഇതാണ് ബസ് സ്റ്റാൻഡ് മൂടുകരത്തെ. ബസ് സ്റ്റാൻഡ് അല്ലേ? ഇതാണ് മൂടുകര ബസ് സ്റ്റാൻഡ്. പമ്പ് പോകണല്ലോ. ഒരു പമ്പ് കണ്ടാൽ കാണില്ല. പോയി മൂടുകര എത്തിയിട്ട് ഞങ്ങൾ വെള്ളം കിഞ്ഞ് പമ്പിലേക്ക് കേൾക്കാൻ പോവാന്ന്. ഇവിടെ ടോയ്ലറ്റ് ഒന്നും ഉണ്ടാകുന്ന ടോയ്ലറ്റിൽ പോയില്ല. കാണില്ല. പമ്പ് കാണുമ്പോൾക്ക് ഒരു ടോയ്ലറ്റ് പോകണം. അതിലേക്ക് എന്താക്കുന്നത് എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടോ? വണ്ടിയിൽ തന്നെ ഒരു ക്യാൻ വെച്ചിട്ട് അതിലേക്കുള്ള ഫെസിലിറ്റി എല്ലാം അവർക്കുണ്ട്. നാട്ടിലത്തെ നാട്ടി പെട്രോൾക്ക് എത്രയാറ്? 2 രൂപ. കർണാടകത്തെ നാട്ടിൽ 2 രൂപ. ഡീസലിക്ക് 2 രൂപ. നാട്ടിലിപ്പോൾ 90 രൂപയല്ലേ. ഇവിടെ മൂടുകരയിൽ 92 രൂപ ഡീസലിക്ക്. ഓക്കെ, പെട്രോൾ പമ്പിൽ കയറ്റാകുമ്പോൾ അതും അറിയണ്ടേ നമുക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്. നമ്മളെ കേരളത്തിൽ പോയെങ്കിൽ ഭയങ്കര 97 രൂപ എന്താണ്. വട്ടിയെല്ലാം അങ്ങനെ ആക്കുന്ന ഇങ്ങനെ കാണിക്കണ്ടേ. ഇതാ നോക്കിവിടെ ഇയാൾ മുടയുന്നു. എಷ್ಟಿದಕ್ಕೆ ಒಂದಕ್ಕೆ? 350. അപ്പോൾ 350 രൂപ റേറ്റ്. ഇവിടെ അപ്പകപ്പ റെഡി ആക്കി തരുന്നത് ಬೇಂಡೆ സ്റ്റൈലിൽ. മൂടുകര സംഭവം ചങ്ങായിമാരെ. ഞങ്ങൾ മൂടുകര വന്നിട്ടാകുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്കും അതിനെ കാണിക്കാൻ നിലത്തായി നല്ല നല്ല ഇതിലൂടെ റെഡിയാക്കുന്നതാണ്. അടിപൊളി. അയ്യോ ಸೂಪರ್. ಇದೆಲ್ಲ ಇಲ್ಲಿ ರೆಡಿ ಮಾಡೋದಾ? ತರಿಸೋದಾ? ಇದೆಲ್ಲ ಪೂಂಡೆದು. ವಾವ್, ಪೂಂಡೆ ಸೀನ್ ಹೋಗಿಲ್ಲ. ಅಡ್ಡಿಪೊಳಿ ಪೂಂಡೆ ಬೀಡೆ. ചങ്ങായിമാരെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹാന്തിയിലേക്ക്. ഹാന്തിയിൽ എന്താ അറിയോ, കൂടെ ഒരു സന്ത ചെല്ലുന്നുണ്ട്. സന്തയിൽ എന്ത്
കുറേ തർക്കാരും ഫ്രൂട്ട്സും ഒക്കെ എല്ലാം ഒരു നാളിൽ ഭയങ്കര സന്ധ്യ ആയിട്ട് ഇതാക്കുന്നു ഓഫറിലെല്ലാം ഇരിക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ആന്തിയിൽ അങ്ങനത്തെ ഒരു ആദിത്യവാര സന്ത ഇരിക്കണം. അപ്പോൾ ഇത് ഫുള്ള് അവിടെ ഉണ്ട് സന്ത. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് പോയിട്ട് കാണിക്കാം ആ സീനെല്ലാം നിങ്ങൾക്ക്. ഓക്കെ, ഹാന്തി, ഈ പ്ലേസിൻ്റെ പേരാണ് ഹാന്തി. മഴ വരുന്ന അന്താജുണ്ട്, അങ്ങനെയെല്ലാം മടക്കി വെച്ചോണ്ട്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ സൺഡേ. എത്ര ടൊമാറ്റോക്കെല്ലാം കുറവുണ്ടാകും. ഉണക്കമീൻ, ഫിഷ്, സ്പെഷ്യൽ മീൻ. ಕೇರಳ ಕೊಡ್ಬಲ್ಲ ಅದೊಂದು ಹಿಂದಿ ಮತ್ತೊಂದು ಮಲಯಾಳಂ. എല്ലാം ഫ്രഷ് ആവാം. ഇവിടെ തന്നെ ബെലിച്ചുകൊണ്ട് വരുന്ന ഇവിടെ സെയിലാക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നോക്കല്ലേ എങ്ങനെ ഉണ്ടോ പച്ചക്കറി ഫ്രഷ്. ആ ഇപ്പൊ ബെലിച്ചോണ്ട് വന്നിട്ട് ഇവിടെ തന്നെ കൊടുക്കുന്നത് സെറ്റിങ്ങിൽ. ಇದು ಚಾನಲ್ಗೆ ಇದು ಯಾವ ದಿವಸ ಇದು ಆದಿತ್ಯವಾರ ಮಾತ್ರವಾ? ಮಿಕ್ಕಿದ ದಿವಸ ಇಲ್ಲ. ಆದಿತ್ಯವಾರ ಸ್ಪೆಷಲ್. ಈ ಭಾನುವಾರ ಸಂತೆ, ಇದರ ಹೆಸರೇ ಭಾನುವಾರ ಸಂತೆಯಾ? इधर संडे के दिन रहता है, दूसरा दिन नहीं रहता है. आज का दिन का स्पेशल क्या है? भानुवारा संते बोलता है. भानुवारा संते. हाय ಯೂಟ್ಯೂಬ್ಗೆ ಅವು ಯೂಟ್ಯೂಬ್ಗೆ ಪಾಡೇರಿ. അപ്പോൾ സംഭവത്തിൽ ഞായറാഴ്ച മാത്രം, ബാക്കി നാളിൽ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ പേര് തന്നെ ഭാനുവാര സന്ത എന്നിട്ട്. ഭാനുവാര സന്തയിലാണ് ഇങ്ങനത്തെ എല്ലാ സാധനം ഉള്ളത്, മജ്ജാവുക കാണാൻ. അപ്പോൾ ഹാന്തിയിൽ ഭാനുവാര സന്ത സ്പെഷ്യൽ എല്ലാ സാധനം ഫ്രഷ് കിട്ടുന്നു. ഞങ്ങൾ ചിക്കമംഗളൂർ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് എടുക്കാനാവില്ല. റിട്ടേൺ വരുമ്പോൾ സൺഡേ ആയിരിക്കുന്നില്ല, സോമവാരം ആയിരിക്കുന്നു. ഞാൻ നല്ല കച്ചവടമായിരിക്കും, പൈസ എണിക്കൊണ്ട്. അപ്പോൾ ഇതാണ് നല്ല വെയിൽ. ഈ വെയിലാണ് നമുക്ക് വേണ്ടത്. എന്തെങ്കിലും അവിടുത്തെ മഞ്ഞ് ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ വെയിലുണ്ടെങ്കിൽ തന്നെ കഴിയത്രേ. മഴ വന്നാൽ പിന്നെ വണ്ടി പുറത്തേക്കാൻ കഴിയുന്നില്ലല്ലേ. ഇതാണ് ചിക്കമംഗളൂർ ബസ് സ്റ്റാൻഡ്. ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. ഇതെല്ലാം റിക്ഷ സ്റ്റാൻഡ്. ഇതാരി സന്മാന്യ ശ്രീ ടി രവി സച്ചിയൂർ. ആ ലെഫ്റ്റ് കടിച്ചിട്ട് പോറ വടക്കറാ. നല്ല മഞ്ഞ് ഇങ്ങനെ പോകുന്ന കാണുന്നു അവിടെ മലേന്റെ മീത്തല്ലേ. ചിക്കമംഗളൂർ. ഞങ്ങൾ ചിക്കമംഗളൂർക്കാണ് എത്തിയത്. ചിക്കമംഗളൂർ ഞമ്മ ചിക്കമംഗളൂർ എത്തി. നല്ല വെയിലൂടെ മുന്നേ ഞങ്ങൾക്ക് ഇത്ര നല്ല വെയിലുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് നാട്ടിൽ നല്ല ഡ്രസ്സ് എടുത്തോണ്ട് കൂടെ ഉണക്കിയിട്ട് കൊണ്ടുപോയി.
ഇപ്പൊ എന്നെന്താക്കുന്നത് ചെലത്ത് കോണയില്ല അത് നല്ല നല്ല ഡ്രസ്സിന് ഔട്ടാക്കിട്ട് വന്നു കൂടെ വണ്ടിനെ മീത്തിങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിരുന്ന നല്ലോണം കട്ടി മാത്രം നല്ല തണുപ്പും ഈ വെയിലക്ക് നല്ല ഷൂട്ടാണ് ആ തണുപ്പ് എന്തോ ഒരു മജൻ്റെ ക്ലൈമറ്റ് ചിക്കമംഗളൂർ സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഞങ്ങൾ ഒരു ചോറ് വയ്ക്കാൻ എന്നിപ്പിച്ച് ഇനിയിപ്പോൾ ബാബ എവിടെയെങ്കിലും അവിടെയൊക്കെ പോയെങ്കിൽ ചോറുക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വെച്ചിട്ട് പോയെങ്കിൽ തളിച്ചുകൂടില്ല എന്നിട്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിന് കൂടെ നല്ല മഴ ഉണ്ടാവും നല്ല പേര് സമാധാനമായി എന്തായാലും നമുക്ക് മഞ്ഞ് ഇതെല്ലാം കാണാൻ കിട്ടുമല്ലോ വാങ്ങല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു മത്സ്യ ഒരു ഹോട്ടലുണ്ട് നോക്കാം പോയിട്ട് ബാലയിലെ ഊട്ട ചിക്കമംഗളൂർ വന്നിട്ട് മീൻ്റെ ഹോട്ടലിലേക്കാണ് വന്നിട്ട് എല്ലാം കൈക്കൊണ്ട് പുഷ്പ മീൻ വൈറ്റിങ് ബാലയിലെ ഊട്ട ചിക്കമംഗളൂരിൽ മീനെല്ലാത്തിൽ വന്നിട്ട് അപ്പോൾ എനിക്ക് നാട്ടിൽ തന്നെ ഫുഡെല്ലാം കിട്ടി നമുക്ക് എല്ലാവരും സാപ്പാട് പോലെ പാതി ചോറ് കാലായിട്ട് അപ്പൊ ചങ്ങായിമാരെ ഞമ്മൂടൊക്കെ എത്തി ഇവിടുത്തെ പ്ലേസിന്റെ പേരെന്തുവായി കൈമാറാന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഫുള്ള് ബ്ലോക്ക് ഉണ്ട് അങ്ങൊന്നും ബ്ലോക്ക് ഉണ്ട് ഇങ്ങൊന്നും ബ്ലോക്ക് ഉണ്ട് അത് അവിടെ ബ്ലോക്ക് അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ അവിടെ മാത്രം ബ്ലോക്ക് വരുന്നത് ലെഫ്റ്റ് കടിച്ചപ്പോ പോട്ടെ ഇതാണ് ഇവിടെ എൻട്രൻസ് ഫീസ് ചെറുങ്ങനുണ്ട് ഒരു 20 റുപ്യ 30 റുപ്യ ഉണ്ട് അത് 1 ലിറ്ററിന് മാത്രം അപ്പൊ ഞങ്ങ ബാബാ പുടങ്കിരി മുളാനഗിരി പെട്ട പോന്നെ ഒരു ചെറിയൊരു കാട്ടിലേക്ക് എൻട്രി ആകുമ്പക്ക് ഇവിടെ പൈസ വാങ്ങുന്ന ഇന്ന് ആരും കാണുന്നില്ല പൈസ വാങ്ങുന്നു എന്താ മേങ്ങിട്ടില്ല ഫ്രീ ആയിനാന്ന് ഇപ്പ ഇല്ല 20 റുപ്യ 30 റുപ്യ മേക്കോണായിരം അല്ല മേക്കോണായിരം പൈസ കൂടെ തന്നെ മേക്കോണായിരം പൈസ ഇതാണ് നമ്മളെ ബാബാ പുടങ്കിരി പോകുമ്പോ ചിക്കമംഗളൂരിൽ ഇതെന്ത് കാണുന്ന ഇവിടെ ഇതാണ് ചിക്കമകളൂർ ചെല്ലെങ്കിൽ രാജാവ് അവളെ മോളെ ഉടക്ക് അയാളെ മോളെ ഉടക്ക് വായിച്ചില്ല ചെറിയ മോളെ ഉടക്ക് പേരാണ് ചിക്കമകളൂർ അത് മാത്ര അവിടെയല്ലേ മുളാനഗിരി പെട്ട ബാബാഗിരി കയറുന്നോടെ മുന്നേ എൻട്രൻസ് ഫീസ് മേക്കൊണ്ടായി ഇപ്പൊ ആരും നിന്നിട്ടില്ല ചിലപ്പോ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് കൊണ്ടില്ലാത്തയാന്നറിയാല ടോട്ടലായിട്ട് ഇന്ന് മേങ്ങിട്ടില്ല ഞങ്ങൾ ആരില്ല ആൾക്കാരും അവിടെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ട് ഫസ്റ്റ് ബാബ അവിടെങ്കിരിക്കാണ് പോകുന്നത് അതിൽ പിന്നെ ഞങ്ങൾ പോകുന്നത് മുള്ളാനഗിരി പെട്ട അങ്ങനെയല്ലേ ഓക്കെ അല്ലേ ഓക്കെ സെറ്റ് അപ്പൊ ഗൈസ് അപ്പൊ എന്താ ഇവിടെ മേങ്ങുന്നത് കുപ്പിയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് വെക്കുന്നത് കുപ്പിയെല്ലാം കൊണ്ടുപോയി നിലവിടെ ഇല്ല അപ്പൊ കുറച്ച് മുന്നേ ഗേറ്റിന്റെ എൻട്രൻസിന്റെ അവിടെ ഉണ്ട് ഇപ്പൊ കുറച്ച് ഒരു 2 കിലോമീറ്റർ ഉള്ളൊക്കെ വന്നിട്ടാണ് ഇവിടെ മേങ്ങുന്നത് എൻട്രൻസ് ഫീസ് എത്രയായിട്ട് നോക്കാം ഓക്കെ കുപ്പിയെല്ലാം ഉണ്ടെങ്കിൽ 50 റുപ്യ ബൈ 50 റുപ്യ ചേഞ്ച് ഉണ്ടോ ബൈ ಗ್ಲಾಸ್ ಹತ್ರ 50 ಸರ್ ಇಲ್ಲ 5 ಲೀಟರ್ ತಗೊಂಡ್ರು ബാബാ പുടങ്കിരി എത്തുന്നാട്ടി മുന്നേ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് അല്ലെങ്കിൽ എല്ലാരും ಬಂದನೆ ಒಟ್ರಾಸಿ നിങ്ങൾക്ക് എത്ര എതിർക്ക് പോയി അത്ര അത്ര ദിവസം വന്നു ട്രാൻസ്പോർട്ട് ആരെങ്കിലും കേൾക്കണ്ടോ പൈസ
സ്ക്രാച്ച് ആണെങ്കിൽ വണ്ടിക്ക് പണിയാവും. നല്ല കുതിര റൈൻകോട്ടാ. കുതിര നോക്കൊരിക്കൽ അയ്യോ ನೋಡೋಗ್ಲ ತಣ್ಣಿ ಮೀನ ಸೀನ್ ಕ್ಲಾಸ್ ಆಗ್ತದೆ. ರೈನ್ ಕೋಟ್ ಎಲ್ಲ ಉಂಟು മജ ഗൈസ് ടോട്ടൽ മഴ വന്നോണ്ട് അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞ് എതിർന്നും ബാക്കിനെല്ല വണ്ടിയായിട്ട് ഫുള്ള് വൈബോടെ വൈബ് ഫുള്ള് മജ ആയിക്കൊണ്ട് ഫുള്ള് യോയോ ഗൈസ് യോയോ പോരട്ടെ എനർജി എനർജി പോരട്ടെ. ഈ ജീപ്പിന് ഒരു പോക്ക് പോയിക്കൊണ്ടു കൂടുതൽ ജീപ്പിന്റെ ഒട്ടാച്ച് പോകുന്നതാണ് എന്തോട്ട് മജയാണ്. നമ്മൾ ടോട്ടൽ ഇന്ന് ക്ലൈമറ്റ് എങ്ങനെ വേണു അങ്ങനെ ഞാൻ ആസ്വദിച്ചോണ്ടുണ്ട് ക്ലൈമറ്റിനെ. നല്ല ലൈറ്റിലെ മഴ വന്നുകൊണ്ട് അതിന്റെ ഗ്യാപ്പിലൊരു മഞ്ഞ് പാസ്സായിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന ഒരു മജവും പെർഫെക്റ്റ് ടൈം ഫ്രണ്ട് എന്തു ഉണ്ടെല്ലാം ഉണ്ടാവോ മെല്ലെ ചാർജ് ആക്കും. ചങ്ങായിമാരെ ചലിച്ചിട്ട് വിറക്കുന്നാണ് ഇത് മോശമില്ല, അത്ര വലിയ തണുപ്പൊന്നുമില്ല. എങ്ങനെ തണുപ്പിരിക്കുന്നത് ഇത് ഇട്ടിട്ടില്ല ഇവിടെ. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ്, ആസ്വദിക്കാൻ പറ്റിയ സമയം. ഇത് ഭയങ്കര മഞ്ഞ് തല കൈസിൽ കിട്ടും. എന്ത് മഞ്ഞ് എന്ത് മഞ്ഞ് ആ എന്ത് മഞ്ഞ് എന്ത് മഞ്ഞ് എന്ത് മഞ്ഞ് പാപാപ്പുടെങ്കിരിക്ക വന്നിട്ട് അതിലൊരു ഉള്ളക്ക് പോണോ നമ്മളെ മക്ബറ ഉണ്ടാവും. അപ്പൊ അതിൽ കാണണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ പാറൻ്റെ അടിയിലായിട്ട് നൂന്നോണം പോകണം. അവിടെ വീടെടുക്കാൻ അലൗഡില്ല. പക്ഷെ ഞങ്ങൾ എന്താക്കുന്നറിയോ ചെരുപ്പും അലൗഡില്ല. അപ്പോൾ നമ്മൾ എന്താക്കുക കുറച്ച് ഇപ്പോൾ വണ്ടി പാർക്കിംഗ് ആക്കിയോടെ ചെരുപ്പിനെല്ലാം വണ്ടിയിൽ തന്നെ വെക്കാം. കാലി നടന്നുകൊണ്ട് പോവാം. പോയിട്ട് ആ പോകും ചിലപ്പോൾ ചെറിയ 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 സീനെല്ലാം കാണാൻ ചാൻസ് കിട്ടിയാൽ കാണിക്കാം. സവാദ് ഗുൽഗുൽ മേടിൻ്റെ സവാദ് ഗുൽഗുൽ മേടിൻ്റെ സവാദ് ബായിന്നല്ല പോകുന്നത്. നല്ല സൂപ്പർ വ്യൂ, നല്ല തണുപ്പുണ്ട്, നല്ല കൊസിയാണ്. ചളിയായും കുറച്ച് സഹിച്ചോളി അവന് സമ്മതിക്കണം അത്ര പുഷ്പനാവാ. ചളിക്കോട്ടില്ല എന്തില്ല ഭയങ്കര എന്റെ വായിൽ പോയപ്പോഴുണ്ട് വീഡിയോ. നിങ്ങൾ മനസ്സിന് അളക്കില്ല ചളി ഇല്ലാന്ന്. ഓക്കെ അങ്ങനെ ആയപ്പോ നല്ല മജ നല്ല മജ. വരാത്തവർക്ക് മിസ്സിങ് വെറിന്റെ പ്ലേസ് വെറിന്റെ കഴിഞ്ഞാണ്ട് വേണം ചളി കൂടുതലുണ്ടായി. അത്ര ചളിയില്ല. നമുക്ക് ഇപ്പൊ കലിയിലാണ് നമ്മളിവിടെ വരാത്ത ഞങ്ങളൊക്കെ വരുന്ന ചേർത്ത്. അപ്പൊ കലിയിൽ വെണ്ണം തപ്പിച്ചിട്ട് ഏർച്ച് ചേർത്ത് അങ്ങനെ ഇങ്ങനെ ബോട്ട്ലീസ് ആക്കിയിട്ട് ഗോൾ ബച്ചനാക്കിട്ട് അവൻ വരാതെ ഭയങ്കര ഞായറാഴ്ചയൊക്കെ എനിക്ക് ചെലിച്ച് കാര്യമില്ല. അത്ര മജ ചെല്ലിന് ടോട്ടൽ ഒട്ടാശം മജ. അതിന്റെ കുറച്ച് ഇപ്പുറം മീത്തൊക്കെ കയറ്റാൻ എന്ത് ചായ കുടിക്കാൻ നല്ല സ്പോട്ടുണ്ട്. കൂടി തണുപ്പിന് നല്ല ചായ കുടിക്കാം. നല്ല മഞ്ഞിക്ക് ഒരു ചായ കുടിച്ചെങ്കിൽ സെട്ടും ഇതോറ് നടത്തോണ്ട് വന്ന് നമ്മളെ ഈ ക്ലൈമറ്റിക്ക് തലേം തലക്ക് ഫുൾ ഓടെ വേണം ചായ കുടിക്കാം ഇവിടെ ബാബ എവിടെയെങ്കിലും. അപ്പൊ ഞങ്ങൾ ഈ വിളിക്കായിരുന്നു ചായ കുടിക്കാൻ വെച്ച് ചായ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്തെല്ലാം കാറ്റടിക്കുന്ന പുറത്തില്ലാതെ ഞാൻ എന്നെ പാറിട്ട് താഴേക്ക് പോട്ടി. അതിന് കുറച്ച് ഇപ്പറം നിന്നുണ്ട്. കാറ്റടിക്കുന്ന മഞ്ഞ് കാറ്റ് ഒരേ അഞ്ചിന്ന പനി വന്നിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഇനി സുറൂന്ന് പോയിട്ട് കിടന്നിട്ട് അയാൾക്ക് അറിയാല. എന്തെങ്കിലും ഈ ഒരു വൈബ് ആസ്വദിക്കുന്ന ഒരു മജ ഉണ്ടല്ലേ അത് ചെല്ലെങ്കിൽ എന്താ അറിയാലോ. ഇവിടെ വന്നങ്ങനെയാണ് അത്ര കാറ്റടിച്ചോണ്ട് ഒട്ടാസ് മജ എന്താ നേരം
ഇപ്പാണ് ചളി തുടങ്ങിയത്. ചളിച്ചിട്ട് പറക്കുന്നത് കയ്യല്ലേ പരത്തോണ്ടുണ്ടു. ടോപ്പിലൊക്കെ എത്തി ബാബ ഇവിടെ ടോപ്പിലേക്ക് എത്തി. മീൻ കഴിച്ചത് മീൻ കഴിച്ചത് പഴമീൻ അങ്ങനെ ബാബ എവിടെയെങ്കിൽ മീത്തൊക്കെ ജീപ്പിന്റെ ഓരല്ലേ ചെന്ന പോകുന്നില്ല. പോയിട്ടാ കാറ് പോകുന്നില്ല. ആയപോലെ അങ്ങനെ അവിടെ മീത്ത് ടോപ്പിലേക്ക് എത്തി. എന്താരോ നിങ്ങൾ സ്റ്റെപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ട് കൂടെ നല്ല കാണുന്ന മഞ്ഞ് എല്ലാം മഞ്ഞ്. പിന്നെ എല്ലാം കൂടെ ഒന്നില്ല നല്ല ചിക്കമംഗളൂർ. ആ ചിക്കമംഗളൂരിന്റെ നല്ല സീന് കാണുന്നു. ഇവ മഞ്ഞുള്ളത് കൊണ്ട് കാണില്ല. ഇല്ലെങ്കിൽ നല്ല ചെറിയ പരപലായിട്ട് ഇത് ഈ ചിക്കമംഗളൂർ കാണുന്നു ഈ പ്ലേസ്. പിന്നെ ഇവിടെ മീത്ത് പാറ എന്നൊരു തണ്ണി വീഴുന്ന പ്ലേസ് ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ ഗായ്സ്, ചലിച്ചിട്ട് ബെറച്ചിട്ട് എന്ത് മുണ്ടോന്നിട്ട് അറിയുന്നില്ല ഗായ്സ്. എന്തോ സംഭവം ബാബ പണിക്കൽ നമ്മൾ ടോപ്പിലേക്ക് വന്ന് എത്തിയിട്ടാകുമ്പോൾ അവിടെ നിന്നൊരു സ്റ്റെപ്പിൽ താഴേക്ക് കിഞ്ഞുണ്ട്. 5 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. അവിടെ കിഞ്ഞിട്ട് മീറ്റിന് വെള്ളച്ചാട്ടം അടിപൊളി സീന്. അയ്യോ എന്ത് മജ നോക്കിയല്ല. ഇവിടെ തണ്ണിയെല്ലാം കൊണ്ടുവന്നു പീടേക്ക് മീത്തേക്ക്. പിന്നെ ഇവിടെ കുളിക്കുന്നവർക്ക് കുളിക്കാം. ഇത് കുറേ ആൾ കുളിക്കുന്നു. എങ്ങനെ കുളിക്കുന്നത് അല്ലെങ്കിൽ മായൻ്റെ കോട്ട് ഇട്ടിട്ടാണ് കുളിക്കുന്നത്. അതവിടെ ഹെൽമെറ്റ് വെച്ചിട്ട് എടുത്ത കുളിക്കുന്നത്. എന്ത് മജ. വാവ്, നല്ല സീൻ. ഇതോടെ അറിയണ്ടേ നിങ്ങൾക്ക്? മാബാബുണങ്കിരി ടോപ്പ് മീത്തൊക്കെ എത്തണം. അവിടെ മക്ബർ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് മീത്തൊക്കെ ഓഫ് റോഡിലെ കുറച്ച് പേരുണ്ട്. പിന്നെ കോൺക്രീറ്റ് റോഡ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സീന് കാണാൻ കിട്ടുന്നത് എനിക്ക് ഗൈസ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ബാബാ ബുഡങ്കിരിന്റെ വ്ളോഗ് കൂടെ ഒക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചലിച്ചിട്ട് ബെറച്ചോണ്ടുണ്ടു. നല്ല മഞ്ഞിന്നല്ലെങ്കിൽ ഒട്ടാസി മഞ്ഞ്. നിങ്ങൾക്ക് ബന്ധങ്ങനെ ഇതിനെ ആസ്വദിക്കുക. എത്ര ഞാൻ വീഡിയോയിലൊന്ന് ചിലട്ടൊരു മജ കിട്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്കൊന്ന് കുറച്ച് കാണിക്കുന്നത്. ഇതാ ഓഫ് റോഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടുള്ളത്. ഇതാ നമ്മളെ ഇപ്പൊ നജീബ് ഭായ് ആണ് വണ്ടി ഓടിക്കൊള്ളത്. ഇത് പുഷ്പ, സംസു, സവാദ്, ജാബി. അപ്പൊ ടോട്ടൽ ഞങ്ങൾ എന്താക്കിനി മജയാക്കിനി. അപ്പൊ ചളിയില്ലെന്നില്ലെങ്കിൽ ബെറച്ചോണ്ടുള്ള മാത്രം. അങ്ങനെ നല്ല ബെറച്ചോണ്ടുണ്ട്. ചലിച്ച് ചെയ്ത് ഓഫ് റോഡിന്റെ അവസ്ഥ നോക്കി നല്ല അവിടെ നോക്കി വണ്ടിയല്ല കാണുന്നില്ല. മഞ്ഞ് മണി എത്ര രൂപ? 5 മണിക്കാണ് ഇതിങ്ങനത്തെ മഞ്ഞ്. 11 മണി ഇതിന് ഇങ്ങനെ ഉള്ളത്. അപ്പൊ ഞാൻ ചെല്ലത് 5 മണിന്ന്. സവാദ് 5:15 ചെല്ലിക്കോളൂ. 5 കാമണിക്കൂർ തെറ്റേണ്ടത് എന്നും 5:15 തന്നെ. അപ്പോൾ എന്തല്ലെങ്കിൽ 11 മണിക്ക് ഇങ്ങനെ ഉണ്ട് ഇവിടെ. ഇപ്പൊ 5 മണിക്കും ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിക്കുവാൻ ഇതന്നെ വന്നത്, മഞ്ഞ് ആസ്വദിക്കുവാൻ. അത് കിട്ടി നല്ല മജായി ഗായ്സ്. കിട്ടി ഗായ്സ്. ഇനി പാർട്ട് 2 നെക്സ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പൊ ഇത് ചിലപ്പോ ലെങ്ത് കൂടിയാന്ന് കാണുന്നതാണ്.